ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയെക്കുറിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. ആ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് എനിക്ക് പറയാനുള്ളത് മുഴുവൻ എനിക്ക് പറയാൻ സാധിക്കുന്നതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ ഇട്ടു. കാണുന്നവർ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതായത് പോറ്റിയെ കയറ്റിയത് മറ്റാരുമല്ല, അതായത് പോറ്റിക്ക് രണ്ട് കഥകും തുറന്നു കൊടുത്തത് മറ്റാരുമല്ല, തന്ത്രി കണ്ഠര് രാജീവരാണ്. മനസ്സിലാക്കണം, ഒരു വർഷം കോടികളുടെ വരുമാനമാണ്, കോടികളുടെ ഈ പറഞ്ഞ പോലെ അവർക്ക് കിട്ടുന്ന ദക്ഷിണയാണ്, കോടികളാണ് ഇവർക്ക് ദക്ഷിണ വിധമായിട്ടും മറ്റ് ഈ പറഞ്ഞ പോലെ വഴിപാടുകളൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ കമ്മീഷനായിട്ടും ഒക്കെ കിട്ടുന്നത്. അത് കൂടാതെയുള്ള ആർത്തി മൂത്തിട്ടാണ് ഇത് ശരിയാണെങ്കിൽ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇത് ശരിയാണോ ഇല്ലെന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാഹുൽ ഈശ്വർ എന്നത്തെയും പോലെ വന്ന് പറയുന്നുണ്ട്, ഇത് മറ്റുള്ള പ്രതികളെ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ള ആരോപണമാണ്, അദ്ദേഹത്തെ മറ്റ് അംഗങ്ങൾ ഇതിൽ ഉൾപ്പെടാതിരിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പത്മകുമാറുമായിട്ട് പോകുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ശവംദീനികളല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അന്ന് നമുക്ക് മനസ്സിലായില്ല അത് എന്താ ഉദ്ദേശിച്ചതെന്ന്, പത്രക്കാർക്ക് പോലും മനസ്സിലായില്ല. പക്ഷേ ഇന്നത് മനസ്സിലാവുന്നു, ശവംദീനികളല്ല എന്ന് പറഞ്ഞപ്പോൾ വെജിറ്റേറിയനാണ്, അതായത് തന്ത്രിമാർ തന്നെയാണ് ഇതിന് ഒത്താശ ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം കടകംപള്ളിയൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങൾക്കൊന്നും ഒരു മറുപടിയും കൊടുക്കാതെ പെട്ടെന്ന് കയറിപ്പോകുന്ന ഒരു വാർത്തയാണ് നമ്മൾ. ഇനി അത് ഈ പറഞ്ഞ പോലെ രാഹുൽ പറഞ്ഞ പോലെ മറ്റുള്ളവരെ പൂഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണോ ഇതൊന്നും നമുക്കറിയില്ല. ഇല്ല ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും അന്നെല്ലാം തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, തന്ത്രി അറിയാതെ ഇത് നടക്കില്ല എന്ന് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേങ്കിൽ അന്നൊന്നും നമ്മൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോയി എന്തോ ഒരു സാധനം കൊണ്ട് തിരിച്ച് ഏൽപ്പിക്കുന്നു, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ മാധ്യമങ്ങൾ പല ചോദ്യങ്ങളും ചോദിക്കുന്നു, അതിലൊന്നും അദ്ദേഹം കൃത്യമായിട്ട് ഉത്തരം പറയാതെ മെഴുകി മാറുന്നു ഒക്കെ കാണുന്നു. അതൊക്കെ ഇപ്പം മാധ്യമങ്ങൾ തന്നെ പറയുന്നു, നമ്മളെ ചോദിച്ചിട്ടൊന്നും അദ്ദേഹം കൃത്യമായിട്ട് ഉത്തരവൊന്നും നൽകിയില്ല എന്നുള്ള കാര്യമൊക്കെ ഇപ്പം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ, ഏറ്റവും വലിയ എത്തിസ്റ്റുകൾ എന്ന് പറയുന്ന ഈ തിരുമേനിമാരും തന്ത്രിമാരും ഒക്കെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ അംശമായിട്ടാണ് നമ്മളെ ഇവരെയൊക്കെ പോയി കാണുന്നത്. ദൈവത്തിൻ്റെ ഒരു അംശമായിട്ടാണ് നമ്മൾ ഇവർക്ക് ദക്ഷിണ കൊടുക്കുന്നതും അവരിൽ നിന്നും പ്രസാദം കൈതൊടാതെ അവരിൽ നിന്ന് പ്രസാദം വാങ്ങുന്നതുമൊക്കെ. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു വരുമാനമില്ലാത്ത പല അമ്പലങ്ങളിലും ഇതുപോലുള്ള തിരുമേനിമാരും തന്ത്രിമാരുമൊക്കെ ആത്മാർത്ഥമായി പൂജ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരെ ഒന്നും ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. പാവങ്ങൾ നല്ല രീതിയിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടും ഒക്കെ ജോലി ചെയ്യുന്ന എത്രയോ തിരുമേനിമാർ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്നു. അവരെ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതുപോലെ ലക്ഷങ്ങളും കോടികളും വരുമാനമുള്ള ആർത്തിമൂർത്തി കാണിക്കുന്ന തിരുമേനിമാരെയും തന്ത്രിമാരെയും മാത്രമാണ് ഞാൻ ഇതിനകത്ത് വിമർശിക്കുന്നത്. അല്ല മറ്റുള്ള ആരെയും വിമർശിക്കാൻ ഞാൻ തയ്യാറല്ല. ഇതൊന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മളൊക്കെ അമ്പലത്തിൽ പോകുമ്പം നമ്മളൊരു 5 രൂപ കൊടുക്കുമ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അവർ ഏത് രീതിയിലാണിത് കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇനിയിപ്പം സുരേഷ് ഗോപി കൊണ്ട് സ്വർണ്ണക്കിരീടം കൊടുത്തത് മാതാവിന് കൊടുത്തത് ഇനി ഇവിടെ വെച്ചാൽ അടിച്ചു മാറ്റുന്ന പുള്ളി അറിഞ്ഞതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ അമ്പലങ്ങളിലെ സ്വർണ്ണമാണ്. ഇപ്പോൾ ഓരോ അമ്പലങ്ങളിലും ഇതുപോലെ വരുമാനമുള്ള അമ്പലങ്ങളിലും സത്യം പറഞ്ഞാൽ ഇതുപോലെ പ്രശസ്തമായ ഒരു അമ്പലത്തിലെ സ്വർണം ഇതുപോലെ കട്ടുകൊണ്ട് പോകാമെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വരുമാനമുള്ള അല്ലെങ്കിൽ ഇതുപോലെ ധാരാളം സ്വർണ്ണമൊക്കെ വരവുള്ള എത്രയോ അമ്പലങ്ങളുണ്ട്. അവളുടെയൊക്കെ ഈ പറഞ്ഞ പോലെ അന്വേഷണം നടത്തേണ്ട അത്യാവശ്യം തന്നെയാണ്. നിഷ്പക്ഷമായിട്ട് അന്വേഷണം നടത്തുന്ന ഏജൻസി തന്നെ അന്വേഷണം നടത്തുകയും വേണം. അത് അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം നമുക്കൂടെ അറിയണം, ഈ സ്വർണവും ഒന്നും നമ്മൾ കൊണ്ട് കൊടുക്കുന്നില്ലെങ്കിലും നമ്മുടെ ഒരു അമ്പലത്തിലെ വരുമാനം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാനുള്ള അവകാശമുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെ ഇനി വിശ്വസിക്കണോ വേണ്ടയോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ അടുത്തുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളിൽ പോയി നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെയല്ല ഇങ്ങനെയുള്ള അമ്പലങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന പോലെയുള്ള തുകകളല്ല ഈ തമിഴന്മാരും അല്ലെ കർണാടകത്തിൽ നിന്നൊക്കെ കൊടുക്കുന്ന അവർ ഇഷ്ടമുള്ള തുകയാണ് അവർ കൊടുക്കുന്നത്. അവിടെ കിട്ടുന്നതൊക്കെ മാലയാണോ സ്വർണ്ണമാണോ അവരുടെ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം കൊടുക്കാൻ അവർ തയ്യാറായിട്ടാണ് വരുന്നത്. ഇതൊക്കെ എങ്ങോട്ട് പോകുന്നതെന്നൊന്നും ഒരു പിടിയുമില്ല, എത്രയാണെന്നൊരു കണക്കുമില്ല. ഇതൊക്കെ എവിടെയൊക്കെ പോകുന്നു ഒരു കണക്കുമില്ല. അതിൻ്റെ കൂടെയാണ് സ്വർണം, ഭഗവാന്റെ സ്വർണം അവിടെ നിന്ന് അകത്തുനിന്ന് അടിച്ചു മാറ്റിയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, ഇവരുടെയൊക്കെ ആർത്തി എന്തൊരു ആർത്തി മൂത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഇതിലെന്താ പറയേണ്ടതെന്നറിയില്ല. അതുപോലത്തെ ഒരു വാർത്തയാണ് സത്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാരെ, നിരീശ്വരവാദികളെ ഒന്നും ഒരു കാരണവശാലും ഇതിൻ്റെ ഒന്നും തലപ്പത്ത് കൊണ്ടിരുത്തരുതെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നല്ല വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ തന്നെ വേണം ഇതിനകത്തോട്ടൊക്കെ ഉൾപ്പെടുത്താൻ. സത്യം പറഞ്ഞാൽ എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ, വ്യക്തമായിട്ട് അറിയാവുന്ന വളരെ SFIയുടെയൊക്കെ വലിയൊരു നേതാവൊക്കെ ഇവിടെ തന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അവരെന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇവിടെ തന്ത്രവിദ്യയിൽ അല്ലേ, തന്ത്രവിദ്യയൊക്കെ അറിയാവുന്ന വലിയ വലിയ ആൾക്കാരായിട്ടാണ് നമ്മളെ ഇവരെയൊക്കെ കാണുന്നത്. പക്ഷേ ഇവരെന്ത് തന്ത്രമാണ് പഠിച്ചത്, എന്ത് മന്ത്രബുദ്ധി കൊണ്ടാണ് ഇതൊക്കെ അടിച്ചു മാറ്റിയതെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. നിങ്ങൾ ഈ വാർത്ത കണ്ടോ എന്ന് ആദ്യം എന്നോട് പറയുക, കമൻ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായമായിട്ട് എല്ലാവർക്കും യോജിച്ചു പോകണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് ഇതിനകത്ത്? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങളിത് കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം.